ഒരു മുമ്പിലാണെങ്കിൽ റീത്തയെ തല്ലിയതും അലീനയെ ഭയക്കുന്ന എൽസമ്മയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് വല്യപ്പച്ചനും അലീനയെ സഹായിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. തൻ്റെ ചിന്നമ്മ അങ്ങനെ ഒറ്റയ്ക്ക് എന്തേണ്ട കഷ്ടപ്പെട്ട് സ്റ്റാലിനെ മാറ്റിയെടുക്കണ്ട എന്നുള്ളൊരു ചിന്ത നമ്മുടെ വല്യപ്പച്ചന് വരുന്നുണ്ട്. തൻ്റെ ചിന്നമ്മയെ താനും കൂടി സഹായിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുകയാണ് നമ്മുടെ വല്യപ്പച്ചന്. അതുകൊണ്ട് വല്യപ്പച്ചനും സ്റ്റാലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം അപ്പച്ചനിത് എന്തിൻ്റെ കേടാണ്, അപ്പച്ചൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കിയേ എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്നമ്മയെ ഉപേക്ഷിച്ച് എൻ്റെ ചിന്നമ്മയെ ഇവിടെ വിട്ടിട്ട് ഞാൻ എവിടെയും പോകാനായിട്ട് പോകുന്നില്ല എന്ന് അവതക്കുട്ടി പറയുകയാണ്. തുടർന്ന് നീ ഉണ്ടല്ലോ ഒരു വൃത്തികെട്ടവനും ഒരു നീച്ച മനസ്സിനുടമയുമാണ് സ്റ്റാൻലി എന്ന് അവതക്കുട്ടി പറയാണ്. ഇത് ഈ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്താ അപ്പച്ചന് ഇപ്പോൾ ഇതൊക്കെ തോന്നാൻ കാരണമെന്ന്. ഇതേ സമയമാണെങ്കിൽ നീയുണ്ടല്ലോ സ്റ്റാൻലി ശരിയല്ല എന്ന് പറയുന്നു. ഒരു പെൺകൊച്ചിനെ പട്ടിണി കിട്ടിട്ട് നീ വെട്ടി വിഴുങ്ങുന്നത് ശരിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ സ്റ്റാലിൻ പതറിപ്പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാലിൻ്റെ തെറ്റുകൾ ഓരോന്നായിട്ട് മനസ്സിലായി തുടങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ ആരോട്, വല്യപ്പച്ചനോട്, അതായത് അപ്പനോട് പറയാണ്, അപ്പം വെറുതെ എരിവിരി അവളൊക്കെ ഏറ്റരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം അപ്പനും അവളുടെ പക്ഷത്ത് നിന്ന് എനിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ അതെ എന്ന് പറയുന്നു. നീ കുറച്ച് മര്യാദ പഠിക്കാനുണ്ട്, പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും നീ പാലിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെല്ലാം പുറമേണെങ്കിൽ നമ്മുടെ സ്റ്റാലിയോട് മര്യാദയ്ക്ക് ആവാനായിട്ടും മര്യാദയ്ക്ക് ജീവിക്കാനായിട്ടും അവതക്കുട്ടി പറയുന്നത് കാണാൻ സാധിക്കൂട്ടോ. ഇത് സമയമാണെങ്കിൽ അവതക്കുട്ടി അവിടുന്ന് പോയി കഴിയുമ്പോൾ സ്റ്റാലിന് നല്ല രീതിയിലുള്ള വിഷമവും സങ്കടവും ആകുന്നുണ്ട്. അതിനുശേഷം രാത്രി മൊത്തം ഇരുന്ന് ചിന്തിച്ച് സ്റ്റാലി ആ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് അലീനയും അപ്പച്ചനും പറയുന്നത് മാതിരി മാറിയേക്കാമെന്ന് ചിന്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അവതക്കുട്ടിയുടെ അടുത്തും അലീനയുടെ അടുത്തുമായിട്ട് പറയാണ്, എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ശത്രുതയോ ഒന്നും തന്നെയില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചില കാര്യങ്ങൾ നടക്കണമെന്നൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ നിരാഹാര സമരത്തിന് പരിഹാരം കാണാതിരുന്നത്. അപ്പച്ചനും ഒപ്പം ചേർന്നതോടുകൂടി അലീന മോളെ, നീ വന്ന് മര്യാദയ്ക്ക് നിരാഹാരം ഉപേക്ഷിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട് സാധ്യമല്ല എന്ന്. അതായത് കാര്യങ്ങൾ എൻ്റെ ഗതിയിലേക്ക് വരാതെ താൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം സ്റ്റാലി അലീനയെ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അലീന ഭക്ഷണം കഴിക്കുകയാണ്. കാരണം തൻ്റെ അപ്പൻ ആദ്യമായിട്ടാണ് വാരി കൊടുക്കുന്നത്. അത് അലീനയുടെ ലിസ്റ്റിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അലീന സ്നേഹത്തോടെ വാരിക്കൊടുക്കുന്ന ആ ഉരുള കഴിക്കുന്നൊരു കാഴ്ച കാണാം. തുടർന്ന് അധികാരം അലീനയെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ലാലിച്ചൻ.
ഇതേ സമയം അവതക്കുട്ടി സന്തോഷിക്കുകയാണ്. ഇത് തന്നെയാടാ ലാലിച്ച വേണ്ടത് എന്ന് പറയുന്നു. കാരണം നീ നിൻ്റെ മകളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കാനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ആഗ്രഹമുള്ളത് ചെയ്യട്ടെ അവൾ. നീ അവൾക്ക് 1 മാസം കൊടുത്തു നോക്ക്. എന്നിട്ട് അവൾ ചെയ്ത് തെറ്റാണെങ്കിൽ നീ എന്തു വേണേലും ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇവളാണ് ഇവിടെ ഉത്തരവും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഇവളെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി. അല്ലെങ്കിൽ പോയിക്കോളൂ, എൻ്റെ മകളെ അനുസരിക്കാൻ സാധിക്കില്ലെങ്കിൽ നിൽക്കണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസിന് നല്ല രീതിയിൽ വിഷമമാകുന്നുണ്ട്. കാരണം അഹങ്കാരത്തിന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഈ വിവരങ്ങളൊക്കെ അഹങ്കാരം പിടിച്ച പൗലോസാണെങ്കിൽ റീത്തയെ വിളിച്ചു പറയുന്നു. ഇതേ സമയം എൽസമ്മ വന്നിട്ടുള്ളൂ കേട്ടോ. എൽസമ്മയും കൊണ്ട് റീത്ത പാഞ്ഞു വരികയാണ്. എടാ സ്റ്റാൻലി, നീ എന്തിനാടാ ഈ ചതിയൊക്കെ ചെയ്യുന്നത്? നിൻ്റെ മകളെ രാജകുമാരിയാക്കാൻ വേണ്ടിയാണോ നീ ഇവരെ എൻ്റെ അവിടെ കൊണ്ട് നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഞാനല്ലല്ലോ കൊണ്ട് നിർത്തിയത് റീത്താമ്മേ, നിങ്ങളല്ലേ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്കെൻ്റെ കുടുംബം എൻ്റെ കൂടെ തന്നെ വേണമെന്ന, പക്ഷേ നിങ്ങൾ അത് അനുവദിച്ചില്ലല്ലോ. നിങ്ങൾ ചതിയിലൂടെയല്ലേ എൻ്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം റീതാമ്മ മിണ്ടാതെ നിൽക്കുകയാണ്. നുണ പറയുന്നോടാ, നിന്നെപ്പോലെ പഠിച്ച കള്ളന്മാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റീതാമ്മ പറയുകയാണ്. റീതാമ്മേ, ഞാൻ ചതിയോ വഞ്ചനയോ ഒന്നും കാണിക്കാറൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്തതിന് കയ്യും കണക്കുമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അലീന അവിടേക്ക് വരുന്നു. എന്താ പപ്പ പ്രശ്നമെന്ന് ചോദിച്ച്. നീ ഇവിടെ രാജകുമാരിയെ പോലെ വാരാടലടി. നിനക്ക് അധികം വൈകാതെ തന്നെ ഒരു പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന അലീന പപ്പയുടെ ജീവിതം തകർത്തത് റീത്തയാണെന്ന് തിരിച്ചറിഞ്ഞ അലീന എൽസമ്മയും സ്റ്റാലിയൊക്കെ നോക്കി നിൽക്കെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് റീത്തയുടെ കരണത്ത് തല്ലുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. റീത്ത ആകെ പേടിച്ച് വരണ്ട് ഒറ്റ ഓട്ടത്തിന് നേരെ വിട്ടടിച്ചു പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബ്